ഇങ്ങനൊന്നല്ല ഒരു കാട്ടല്ലേ ഗൈസ്, നമുക്ക് അതല്ല കാണേണ്ടത്, ആ എക്സ്പ്രഷനാണ് കാണേണ്ടത്. ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ രാവിലെ തന്നെ നീച്ചപ്പോൾ രാവിലെ ഇപ്പം നീച്ചിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ തന്നെ ഇമ്മയും കൂടി എന്ത് ചെയ്താണ്, ചക്ക കൂട്ട ഉണ്ടാക്കിയിരിക്കണേ. ചക്ക നമ്മളെ ബരി ഞാൻ ഉമ്മാനോട് ചോദിച്ചു നോക്കാം എന്താ സംഭവം. ലിമൊക്കെ തോളത്തുണ്ട് കേട്ടോ, രാവിലെ കയറി കൂടിയതാ. ഞങ്ങൾക്ക് കൂട്ടുന്ന കാരണടി അങ്ങനെ മൈക്ക് കടിച്ചിന്. ഇത് കടിച്ചോളി. ചക്ക കൂട്ടാന് അല്ല, ഇത് എവിടുത്തെ നമ്മളെ വിലാമങ്ങൾ കാണില്ലേ ചക്ക? ഇതോ? അത് നീ മൂത്തുക്കണ്, ഞങ്ങള് പോയി നോക്കി മൂത്തുക്കണ നോക്കാമ്പോ മൂത്തുക്കണേല് ഞങ്ങൾ ഇട്ടു. ഞാനും ഉമ്മ ഇട്ടു. തോട്ടി കെട്ടി ഇട്ടേക്ക് തോട്ടിൽ മുറിഞ്ഞടി. എന്നിട്ട് പിന്നെ വേറെ ചെറിയ ചക്ക അത് മൂത്തുക്കണ എന്താണ് അവേദയിൽ ഇട്ടാണ് ഇട്ട് നോക്കുമ്പോ മൂത്തുക്കണ് ഇവിടെ കൊണ്ടുവന്ന് കൂട്ടാൻ വെച്ചു. ഞങ്ങളെ വിളിച്ചാൽ നീച്ചാണ്ടേ എന്നും നിങ്ങൾ കൂവു പറഞ്ഞ് കിടക്കും. പിന്നെ ഞാൻ എന്താ കാട്ടും, ഞാൻ ചക്ക നമുക്ക് സീനുവിന് കൊണ്ടുപോകുമ്പോ അങ്ങോട്ട് കൊണ്ടുപോകാം. ഇവർക്ക് പൊരിച്ച് കാണി നമുക്ക് പൊരിച്ച എന്താണ് ചക്കക്കൂട്ട മാത്രമേ അല്ല. ഇന്നലത്തെ ബീഫ് കറിയുണ്ട്, പള്ളിക്കന്ന് അതുണ്ടാവൂലേ? പളമ്പല്ലേ? ഞാൻ പ്ലേറ്റ് എടുത്ത് സഹായിക്കാം. അങ്ങോട്ട് കൊണ്ടുപോവാ. ബീഫ് വിളമ്പുണ്ട് ഗൈസ്, ചക്കക്കൂട്ട അങ്ങോട്ട് കൊണ്ടുപോവാ. അവിടുന്ന് വളമ്പാ, നമുക്ക് ടേബിൾ മുക്ക് കൊണ്ടുപോയിട്ട് അവിടുന്ന് വളമ്പാ. ഇപ്പോഴാണെന്ന് ഒരു തൊയിരം തരുന്നില്ല കേട്ടോ. ഇതൊക്കെ കടിച്ച ചെവി കടിച്ച് പറിച്ച ഇല്ലല്ലോ. നല്ല വർത്താനാണേ. ചക്ക മൂത്തുക്കണതാ, നല്ല മൂത്തുക്കണ. എവിടുന്ന കിട്ട ചക്ക അരിഞ്ഞാണ്ട് നിക്കേന്. അപ്പൊ നമ്മളെ ചക്ക മൂത്ത് ചക്ക ഉണ്ട്, മൂത്തുക്കണോന്നില്ല. നീ വാടി പോയിത്താണോ? ഇപ്പൊ മൂത്തിട്ടുള്ളൂ. ചക്ക മൂത്തെങ്കി ദിക്കണി അഞ്ചെട്ടെണ്ണം ഉണ്ട് കേട്ടോ. നമ്മളെ ആവശ്യത്തിന് ചക്ക ഉണ്ട്. നമുക്ക് നമ്മളെ കുട്ടിയേക്കും ഇല്ല. നമുക്ക് വളമ്പ ബിരി കൂട്ടി കയറുമ്പോ മിക്കവാറും കൂട്ടിൽ കയറാൻ സമ്മതിക്കണില്ല കേട്ടോ. മിക്കവാറും ഒച്ചമുള്ളി ഉണ്ടാക്കി നമുക്ക് നോക്കി നോക്കാം. ലിമോ കൂട്ടി കയറിക്കാ. ഇന്ന് രാവിലെ ഉണ്ടല്ലോ തീറ്റ കൊടുക്കട്ടെ എഴുതിയാണ്ട് എടുത്തതാ. അപ്പണ്ട് കജ് രണ്ടു കാലും മേപ്പെടുക്കൊന്നിച്ച് നല്ല ഉറക്കം. കറി അധികം വളമ്പട്ടെ എന്നിട്ട് കുറച്ച് കൂടി ഇഷ്ടമുണ്ടേ. കയറാൻ മടിയാണില്ലേ? നല്ല മടിയാണ് കേട്ടോ. അങ്ങനെ കേറണ്ടേ, ഇങ്ങനെ നടന്നോട്ടെ. കള്ളത്തിയേജ് കൂട്ടി കയറൂലല്ലേ? അടക്കൊന്നും വേണ്ട, പുറത്തെടുക്കാളല്ലേ. വിളമ്പിക്കോളി കൈ കേട്ടെ. കുറച്ചുകൂടി എടുത്തോണ്ടാ ബരി. പൂളല്ലേ ചക്കല്ലേ, സോറി ആളുണ്ട് അടിയില്. നമുക്ക് ചക്ക കൂട്ടാണ്ടെങ്കിൽ പിന്നെ ചോറൊന്നും വേണ്ട. അങ്ങനെ ചക്കക്കൂട്ട ചോറുണ്ട് കേട്ടാ. ചക്കയും പൂളയൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ ചോറവിടെ മാറ്റി വെച്ച് ചക്കയും പൂളയൊക്കെ അതിൽ കുറച്ച് കുറവ് അനുവിനുള്ളൂ. അനുവിനുള്ളൂ ഇത് ഇഷ്ടമല്ലാത്ത. എനിക്ക് ഞാൻ പച്ച തരണ്ടടാ കേട്ടോ. നമുക്ക് പച്ചയൊക്കെ പറ്റുള്ളൂ. ഞാനിത് വല്ല കൂട്ടല്ല അതൊക്കെയാണെന്നുണ്ടെങ്കിൽ ഓക്കെ. അത് നമുക്ക് ശരിയാക്കണം. അപ്പൊ ഇടാണ്ടല്ലോ, അതുകൊണ്ട് ഇതിന്ന് എടുക്കാഞ്ഞിട്ടോ. അല്ലെങ്കിൽ പിലാവ് പണ്ടിയാക്കേ നമ്മളൊന്നല്ലേ ഇട്ടുള്ളൂ. മറ്റോൾക്ക് പൊറുതിയിട്ടുണ്ട് നോക്കിയാ കറി വെച്ചു. അതിന്റെ ഉള്ളിൽ കടന്ന് പറയുണ്ടാവും. തിന്നോടി നിങ്ങൾ ഒറ്റക്ക് തരണ്ട. എടാ പുറത്തൊന്നുമില്ല, അതിന് ദേഷ്യം ഉണ്ടാവും കേട്ടോ. ഇതിനോട് ഇങ്ങനെ പറയുക അതിനുണ്ടാവും മറ്റേ പുറത്തന്നെ. അതിനോട് നമ്മൾ കൊണ്ടുവന്നില്ല. എന്താ നിങ്ങള് ജിമുവിന്റെ കാര്യം മാത്രം നോക്കണേ? അതിനെന്താ പേരില്ല? അതിന് നിങ്ങളെന്താണ് മൈൻഡ് വെക്കാത്തന്നൊക്കെ ചോദിക്കുന്നു. അതെ, മറ്റേ പുറത്തത്തെ അത്തനെ പറഞ്ഞു കഴിഞ്ഞാൽ പാറിപ്പോവും. ഞങ്ങള് 2-3 വട്ടം എടുത്തു, പാറിപ്പോവാൻ നോക്കി. പിന്നെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരാള് വിളിച്ചിന്, ഒരാളെ ഞാൻ വിളിച്ചിട്ടില്ല കഴിഞ്ഞോ. അതായത് ഓലതാണെന്ന് പറഞ്ഞു. അപ്പോൾ കൊണ്ടുവരാൻ വരും എന്ന് പറഞ്ഞു. പിന്നെ ഒരു അഡ്രസ്സും ഇല്ല.
പിന്നെ ഇപ്പൊ നാളത്തെ നമ്മള് മറ്റേ പുതിയ തീറ്റൊക്കെ വാങ്ങിക്കൊടുത്തിന് ചെക്കന്, അതിന്റെ തീറ്റൊക്കെ വാങ്ങിക്കൊടുത്തിന്. ഇത്രയും കാലം ഞങ്ങള് മറ്റേ ഇതാണ് കൊടുത്തിന്നെ, പേരക്കല്ലേ, അതിന്റെ കുരു തേന്റെ വാങ്ങിക്കല്ല സാധനല്ലേ, അത് തിന്നാണ് ഉത്തിരിക്കാണ് തന്നെ വിചാരിച്ചിട്ട്. അതൊന്നുണ്ടേ. അതിന്റെ ചെറിയതൊക്കെ ഞാൻ എടുത്ത് വെച്ച് ആ വലിയ അരിയാണ് ഇപ്പൊ തിന്നണത്. അരിയൊന്നുമില്ല, കോതമ്പൊന്നുമില്ല, ഒന്നും തേന ചോളാണ്ടി ഒക്കെയാണ് അതിലില്ലേ, അതൊന്നും തിന്നുന്നില്ല. അതിന്നിട്ട് വേറെ കീസിലാക്കണ എടുത്ത് വെച്ചിട്ട് തിന്നായിട്ട് ഒക്കെ നോക്കാത്ത പാടില്ല, തിന്നണില്ല. പിന്നെ ഇപ്പൊ നമ്മള് ഉടിച്ചെടുക്കുക ചെയ്താ പോവുകയും ചെയ്യും. പിന്നെ അപ്പൊ നമുക്ക് എന്തായാലും തിന്ന് കഴിഞ്ഞിട്ട് ഇനി ബാക്കി കാണാം. പിന്നെ ചക്കക്കൂട്ടാനും ബീഫും നല്ല അടിപൊളിയാട്ടോ, നല്ല ടേസ്റ്റ്. കൂട്ടി നോക്കൂ ഗൈസ്, ഒരു വട്ടെങ്കിലും കൂട്ടത്തോര്. ചക്ക ഉണ്ടെങ്കിൽ വേറൊന്നും വേണ്ട. ജയിലൊക്കെ പോയി പോണെന്ന് എഴുതി ചക്ക കയറിയോ, രാജന്റെ അവിടെ പോണെന്ന് എഴുതി. പിന്നെ നമ്മള് ചക്ക നേരം വെക്കിണ്ടായി, നേരം വെക്കിയാ എല്ലാരും ചക്കയും കഴിഞ്ഞപ്പോ നമുക്ക് ചക്ക തിന്നാനായി. കിട്ടൂല ചോദിച്ചില്ലേ? ഇല്ല, നമ്മളെ ചക്ക കണ്ടപ്പോ സമാധാനായി. സ്വന്തം മരത്തുമ്പോണ്ടല്ലോ. കുറച്ച് നേരം വെക്കിയിട്ടല്ലോ എന്തേ അവക്കുറി വെക്കിയത്. എന്തായാലും ഗൈസ് നമുക്ക് കഴിച്ചു കാണാം. ഗൈസ് ഭയങ്കര എരിവ് എന്ന് പറഞ്ഞാൽ ഭയങ്കര എരിവ്, ഇറച്ചിക്കറി ഭയങ്കര എരിവാണ്. ഇതൊക്കെയാണ് ഗൈസ് ഇമ്മാന്റെയും അമ്മാന്റെയും തിന്നല് കഴിഞ്ഞിരിക്കണ്. എന്നാ ഇനി വരി, ഇനി ഇതെന്തിനാ ഇമ്മ കൈയും കൂട്ടി കറി വെച്ചാൽ മതി. അവിടെ തിന്നാൻ തുടങ്ങിയിട്ടുള്ളൂ ഗൈസ്. അടുത്തത് നമുക്ക് അടുത്ത പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നിങ്ങൾ കേക്കാണെങ്കിൽ പരിപാടി ഉണ്ട്. എന്താണാവോ ആ മെറ്റൽ വാടി വെക്കാന്. ബെസ്റ്റ് മെറ്റലിന്റെ കാര്യം ഞാൻ പറഞ്ഞത് ഗൈസ്. നമ്മളൊരു 4-5 ദിവസം മുമ്പ് മെറ്റൽ വാരാൻ വേണ്ടി പോയിനി. നിങ്ങൾ ആ വീഡിയോ കണ്ടത് ഈ കാര്യം. നമ്മളവിടെ മെറ്റൽ വാരി കൂട്ടി ഒരു മൂല കെട്ടീനി. ആ മെറ്റൽ വേറെ ആരോ എടുത്ത് കൊണ്ടുപോയി. ആ മെറ്റൽ ആരോ എടുത്ത് കൊണ്ടുപോയി. കുറച്ചാടാണ് ചപ്പും കാടുമായിട്ട്. ആ മെറ്റൽ ആരോ എടുത്ത് കൊണ്ടുപോകാനാ? അല്ലടാ, കാട് എടുത്ത് കൊണ്ടുപോകുന്നുണ്ട്. ഇനിയിപ്പോ അവിടുത്തെ മരം എടുത്ത് കൊണ്ടുപോകുമോ, ഇനി എന്തൊക്കെ എടുത്ത് കൊണ്ടുപോകുമോ എനിക്കറിയില്ല. എല്ലായിടത്തും പോകണ്ട അവിടുന്ന്. ചക്കക്കൂട്ടാൻ നിന്ന് എന്താ ഇതുണ്ടല്ലോ, ചക്കക്കൂട്ടാൻ കണ്ടായിരിക്കും എന്തോ ഒരു ചെല്ലുണ്ടല്ലോ, ഒരു പഴഞ്ചൊല്ലി ഉണ്ട്. ചക്കക്കൂട്ടാന് പ്രത്യേക ഒരു ഇതാണ് എല്ലാവർക്കും, തിന്നുന്ന ആൾക്കാർക്ക്. എന്നെ പോലെ കേൾക്കല്ല. എനിക്ക് വേണ്ട ചക്ക കൂട്ടാ, എനിക്ക് ചക്ക വറുത്തതാണെങ്കിൽ പറ്റുള്ളൂ. കോഴിക്കളെ പിടിച്ച് കൊടുക്കാം. എടാ ഐറ്റങ്ങളെ കൂട്ടുകാക്കരമ്മ എടുക്കുകയും പോകുമ്പോ ഇനിയിപ്പോ ഇത് കണ്ടോ, നിങ്ങൾ കുറ്റം പറയുന്നു പറയും, അസൂയ പറയാ, അല്ലെങ്കിൽ നോണ പറയാന്നൊക്കെ പറയും. നിങ്ങൾ ഐറ്റങ്ങളെ രംഗം കണ്ടോളി, ഐറ്റങ്ങളെ രംഗം കണ്ടോളി ആദ്യം. എന്താണ് എന്താ രംഗം പറയാതെ എന്താ സംഭവം പറഞ്ഞു നിങ്ങൾ കണ്ടാ മതി, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായിക്കോ. സിമ്മ പറയണേ നിങ്ങൾ ഇതിലില്ല, നിങ്ങൾ കണ്ടാ മതി എന്നാ പറയണത്. എന്താ കാണേണ്ടത് നമുക്കൊന്ന് നോക്കണല്ലോ. ഇപ്പൊ എന്നാ ഞങ്ങൾ കോഴിക്കളെ വിളിച്ചിട്ട് ഒരു കൂട്ടുകാരനെ നിങ്ങൾ കണ്ടോളി, എന്നാ പിന്നെ കഴിച്ച് നമുക്ക് അതൊന്ന് കണ്ടു നോക്കണല്ലോ. ഇപ്പൊ അങ്ങനെ വലിയ സംഭവമാണെന്നുണ്ടെങ്കിൽ ഞങ്ങളീകാളിലും പറഞ്ഞ അനുസരിക്കുന്ന ആൾക്കാരുണ്ട്, അത് കാണണല്ലോ. എവിടെയാണ് നടക്കി മക്കളെ കൂട്ടിക്ക് ഉമ്മ പറഞ്ഞ എന്താ അറിയോ, ഞങ്ങളിങ്ങാളും പറഞ്ഞ അനുസരിക്കണാണ് ആ കോഴിക്കള്. ഉമ്മ വിളിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാല് ആ കോഴിക്കളെ പറയുന്നത് നമുക്ക് എന്തായാലും നോക്കി നോക്കാം. നോക്കട്ടെ കൂട് കോഴിക്കാണി കൂട് കൂട്ടുകാരിക്കാണിയാ കൂടാണാ പോണത്, കൂടാണത്. ആ കാണാണ് കൂട് കേട്ടോ, അല്ലാതെ അതല്ല കൂട്. മറ്റോന്റെ കയറത്തെ കൊണ്ടുവരുന്ന കണ്ടോളി, വാടിയെടുത്ത് ആട്ടി കഴിഞ്ഞാൽ ഏത് കോയും കൂട്ടിക്കയറുക. അതിപ്പോ ഉമ്മ ഞങ്ങളെ ഈ പെരക്ക് ചുറ്റും വാടിയിട്ട് ആട്ടി കഴിഞ്ഞാൽ ഞങ്ങൾ നേരെ ഇതിനുള്ളിൽ കയറുള്ളൂ. കോഴിയല്ല മനുഷ്യനല്ലല്ലോ. ഓ കയറും പോണ് മനസ്സിലായ ആൾക്കാര് പറയിപ്പിച്ചാനീന്ന്. എന്താണ് മമ്മ ഈ സുലഭ നിമിഷത്തിൽ ഉമ്മക്ക് പറയാല്ലേ? ഓല് വെച്ചേ, ഓല് വന്നിട്ട് ഓല് കാര്യങ്ങൾ നോക്കി, നിങ്ങൾ ബേജാറായില്ലേ? അല്ല ഇനി എങ്ങോട്ട് വരാനാണ് അതും പാടൊന്ന് പറഞ്ഞ. ആ കോയിന്റെ അതിന്റെ പണിയാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ട് നോയിക്കൊണ്ടേ, അയിക്കൂടെ പോണ്ട്. ആണോ ഗൈസ്? അപ്പൊ അതാണ് സംഭവം, നമുക്കത് നോക്കി നോക്കാം. മമ്മ മിന്നിയോ? മമ്മ മിന്നി. അങ്ങോട്ട് പോണ്ട, ഇവിടെ അയിക്കൂടെ പോയോ?
അതെന്തേ ഇങ്ങനൊന്നല്ല ഒരു കാട്ടലിന്ന് ഗായ്സ് ഞമ്മ കടലിലെ കാണേണ്ടത് ആ എക്സ്പ്രഷനെ കാണേണ്ടത് ഒരു ഫോട്ടോ എന്ത് പറഞ്ഞാ കേൾക്കണ കോഴിക്കളോട് വരുന്നില്ലേ നോക്കിക്കോ കോഴിയല്ലേ ആയാലും മനുഷ്യനല്ലല്ലോ ഇതിനെക്കാട്ടിൽ അനുസരിച്ചാണ്ട് ഞങ്ങക്ക് അറിയോ നിങ്ങള് മനുഷ്യന്മാരല്ലേ പോണ് നോക്കിക്കോ നോക്കിക്കോ ഇനിയിപ്പൊ ഞങ്ങളെ കാണുമ്പോ പായ്യ ഞാൻ പറഞ്ഞില്ലേ ഇമ്മമ്മ നൈസായിട്ട് മിന്നി ആ പോണ് മേപ്പെടുക്കണൊന്ന് രണ്ടാളില് കയറിയിട്ടുള്ളൂ കൂട്ടുകാരി ഞാൻ കാണിച്ചു തരാം കൂട്ടുകാരി ആ പോണുണ്ടല്ലേ ഉമ്മമാന്റെ പറഞ്ഞാ കേക്കണ കോഴിയാണ് കഴിച്ച ആ പോണത് എന്നിട്ട് എന്താ പറഞ്ഞാ കേക്കണില്ലേ ഇമ്മമ്മ മൗനത്തിലാണ് എന്താ ഉമ്മമ്മ എന്താ മൗനത്തിൽ എന്താ പറ്റി ഓലിപ്പോ എങ്ങനെയാണ് ഞങ്ങൾ അറിഞ്ഞു എന്നും കയറും വലിയ ഡയലോഗ് അടി കഴിച്ചു അല്ല ആറ്റീറ്റങ്ങള് പോയി കൂടി ഞങ്ങള് കണ്ടോ ആ കോഴി തന്നെ കൂടി ഞങ്ങള് കണ്ടോ ഏത് കോഴി ആ കൂട്ടുകാര് അത് നോക്കിട്ട് കാര്യമില്ലല്ലോ ഉമ്മമ്മ എന്താ പറഞ്ഞീനെ ആ കോഴിക്കള് കേറിനെ കണ്ടീനി നിങ്ങൾ അതൊക്കെയാണ് വീഡിയോ എടുക്കേണ്ടിയെന്ന് പറഞ്ഞീനി ഇതാണ് ഞങ്ങൾ വീഡിയോ എടുക്കേണ്ടത് അതിന് ഇഞ്ഞോലെ കൂട്ടുകാഴ്ച വിട്ടിട്ടല്ലേ കൂട്ടുകാരെ അവിടുന്ന് ഞാൻ നോക്കട്ടെ കൂട്ടുകാർ മണ്ട അവിടുന്ന് കൂട്ടുകാർ ആ ഇത് ഏത് വാപ്പ പറഞ്ഞാലും കേൾക്കൂല കേട്ടോ അല്ല നമുക്കിവിടെ ഇരിക്കാം അങ്ങനെയും കൂട്ടി കയറി നോക്കട്ടെ മര്യാദക്ക് കൂട്ടുകാരിനാണ് നിങ്ങളെ കണ്ട് പേടിച്ചാണ് ഇനിയിപ്പൊ നമ്മളെ കണ്ട് പേടിച്ചു പോയി നമ്മളെ കണ്ട് പേടിച്ചാണ് നമ്മളില്ലാത്തപ്പോഴാണ് ഇതൊക്കെ നടക്കണേ നിങ്ങള് വീഡിയോ എടുക്കണെന്ന് കോഴിക്കള അറിഞ്ഞു പിന്നെ അതാണ് സംഭവം എടാ അതെങ്ങനെ അറിയാതെ കുജ ഫ്ലാഷ് ഓൺ ആക്കിട്ടല്ലേ നിക്കണത് അതല്ല എന്നും അങ്ങനെ ഞങ്ങള് കൂട്ടിക്കാക്കിയാണ്ട് പോയല്ലേ സംഭവം ഒന്നല്ല ഞാൻ ക്യാമറ ഫ്ലാഷ് ഓൺ ആക്കിയിരിക്കണേ ചിലപ്പോ ഇത് കണ്ടിട്ട് ഓൾക്ക് മനസ്സിലായി കാണും വീഡിയോ എടുത്തോണ്ട് ഒച്ചണ്ടാക്കാതെ നോക്കി കൂടി പോയി കാണി ആ ഏത് കൂട് ഇതാണ് കൂട് പോയതാക്കണ അങ്ങോട്ട് പോണ് എന്തൊക്കെ ഡയലോഗാ പടച്ച റബ്ബേ ആ കോയിനെ എല്ലാ കോഴിക്കോടും ഞാനൊന്ന് പറഞ്ഞാ മതി വണ്ടിയാണ് കൂട്ടി കയറുന്ന് പറഞ്ഞീനി വണ്ടിയാണ് പോയി വെക്കണേ വണ്ടി അങ്ങോട്ട് ഇങ്ങോട്ട് വരും നമ്മളെ കണ്ടിട്ടല്ലേ എന്നാലും ഈ നേരങ്ങളെ വേറെ കോഴിക്കളെ പിടിച്ച് കൂട്ടിലാക്കി ഇതിന് മുമ്പ് കേറി ആരെങ്കിലും കോഴിക്കളെ വളർത്തുന്നവരുണ്ടെങ്കിൽ ഒന്ന് പറയട്ടോ നിങ്ങളെ കോഴിക്കൾ ഇത്രക്ക് അനുസരണുണ്ടോ നേരത്തൊക്കെ കേറുന്നൊന്നും പറയും ഇവരെ കണ്ടോണ്ട് ഇവരുണ്ടാവും ഇപ്പൊ കോഴിക്കളെ കേറുമ്പോ മുന്നിലുണ്ടാവില്ലല്ലോ നിങ്ങളെ ഈ വെള്ളിയും കറുപ്പൊക്കെ കണ്ടപ്പോ ഇറ്റ പേടിച്ചിരിക്കണ അപ്പൊ പാഞ്ഞതാ മറ്റേ ഞങ്ങൾ ഇങ്ങനെ ഒരു വടി ഇട്ടാ മതി കോഴി പറഞ്ഞ ഓല് കേറിപ്പോ അല്ല അതൊക്കെ പോട്ടെ ഈ നേരങ്ങള് വേറെ ഒരു കോഴിനെ ഒന്ന് പിടിച്ച് കൂട്ടിക്കാക്കി കാടി കേറും ഇവിടെ അറിയാം ഇവിടെ സമ്മതിച്ചേരൂല ഇങ്ങോട്ടൊക്കെ സമ്മതിക്കണല്ല അതല്ല ആദ്യമൊക്കെ നമുക്കിപ്പോ നമുക്ക് കോഴി ഇറച്ചി വാങ്ങാൻ കിട്ടുമല്ലോ പണ്ടൊന്നും കോഴിക്കളെ ഇറച്ചി കിട്ടൂല എവിടെയും ആരെയും വന്നിട്ടുണ്ടെങ്കിൽ കോഴിക്കളെ കട്ടകാലം കണ്ടുപോലുണ്ടാവില്ല എന്നിട്ട് ആട്ടി പിടിച്ച് കളക്കാരെ കൂടി അതിലും ഒക്കെ പാപ്പി ഒക്കെ പോകും ഈ കോഴിനെ ആട്ടി പിടിച്ചാന് എന്നിട്ട് ഞങ്ങളെ കാട്ടി പിടിച്ച എന്നിട്ട് എടാ പൊടിച്ച് അറുത്തുങ്ങാണ്ട് ഇക്കാരോ ആറ്റി വെച്ചുണ്ടാക്കണ കോഴിക്കാരോ വിരുന്നേര് ഇപ്പൊ ഇറച്ചി വേണ്ടേ എപ്പോഴും ഇപ്പൊ പോത്തിട്ടോ എന്നിട്ട് ഇറ്റങ്ങളെ പിടിച്ച മൂര്യ വെച്ചു കൊടുക്ക പാവാണ് പിന്നെ എല്ലാരും ഇമ്മമാന്റെയും ഇമ്മാന്റെയും പറഞ്ഞ കേൾക്കണ കോഴിക്കളെ കണ്ടില്ലേ ഇനി അപ്പൊ ഇനി വേറൊന്നുമില്ല പ്രത്യേകിച്ച് അപ്പൊ എന്നാ വീഡിയോ വൈൻഡ് അപ്പ് എന്തായാലും മൂഞ്ചില്ല ഞാൻ വൈൻഡ് അപ്പ് ചെയ്തത് എന്ത് മൂഞ്ചല്ലേ എന്തെങ്കിലും ആരെയും പറയാതെ നമുക്കറിയാലോ നിങ്ങൾ എല്ലാവരും അഭിപ്രായങ്ങൾ ഇവിടെ പുറത്താണ് കൂട്ടിലാണ് മക്കളെ അടുത്ത വീഡിയോസിൽ കാണാം മക്കളെ അടുത്ത വീഡിയോസ് കാണാം അതുവരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും
ടാറ്റ. ടാറ്റ. അവിടെ എല്ലാവർക്കും അസ്സലാമലൈക്കും. എല്ലാരും വീഡിയോ കണ്ടിട്ട് അഭിപ്രായം പറയട്ടോ. ഇമാതിരി കോഴിക്കളഞ്ഞ് മേലെ വളർത്തരുത്. അപ്പൊ ഗൈസ് എല്ലാവർക്കും നമുക്ക് എല്ലാവർക്കും എല്ലാരും പറയും ഇങ്ങനത്തെ കോഴികളെ വളർത്തണത്. അപ്പൊ ഗൈസ് എല്ലാവർക്കും നമുക്ക് അടുത്തൊരു വീഡിയോസിൽ കാണാം. ഇതേ ഇറച്ചി പീടിന്ന് വാങ്ങിയ കോഴിക്കളെ 75 പൈസയാണ് ഒരു കോഴിക്ക് വില. 75 പൈസ അല്ലേ? 75 രൂപ എപ്പോഴും കാണാം 75 പൈസ. മമ്മേ പണ്ടത്തെ ലോകത്തൊന്നും ഇപ്പോഴും വന്നിട്ടില്ല 75 പൈസ. 75 ഉറുപ്പ്യം കൂടി ആയിട്ടില്ല 75 പൈസ അറിയുമ്പോ. 75 ഉറുപ്പ്യ 1 ഉറുപ്പ്യനെ ചോടെ ആയിട്ടോളേ. ആ അതാണ് 100 റുപ്യല്ലേ ഇമ്മ ഏത് ലോകത്ത് മമ്മ ഷോർട്ടാ? ഇല്ല ഒന്നുമില്ല ഉറങ്ങിക്കോ. അപ്പൊ നമുക്ക് 75 പൈസ അപ്പൊ നമുക്ക് അടുത്തൊരു വീഡിയോയില് ഇതെന്താ ഇത് സെപ്പറേറ്റ് തയ്ച്ചു വെച്ചതാ? എടാ ഇത് കയ്യിന് ഇറക്കം ഉണ്ടാവില്ല എഴുതിയിട്ട് വലിയ വെച്ചാണ് ആണേ. എന്തായാലും പൊളി. കഴിഞ്ഞ ഇത് പെരുന്നാക്ക് ഇപ്പൊ നമ്മള് പെരുന്നാക്ക് എടുത്തില്ലേ? പ്രാവശ്യം എടുത്ത് അടിച്ചിട്ടില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നോക്കെ. അപ്പൊ ഗൈസ് നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം. അതൊരു എല്ലാവർക്കും ബൈ ഗൈസ്.